ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു സഫ ഫുഡ് ലാൻഡ്. എന്തൊക്കെ എല്ലാവർക്കും സുഖം തന്നെ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ 3 മാസമെല്ലാം ആയി തോന്നും കേട്ടോ ഞാൻ വീഡിയോസ് ഇട്ടിട്ട്. അപ്പം അതിന് കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ ആദ്യം തന്നെ പറയട്ടെ, ഞാനിപ്പോൾ വീഡിയോസ് ഇടാത്തതുകൊണ്ട് കുറേ ആൾക്കാർ, അതായത് എന്നെ സ്നേഹിക്കുന്നവർ കേട്ടോ, കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് ഇൻസ്റ്റയിലൂടെയും അതേപോലെ തന്നെ യൂട്യൂബിലെ ഓരോരോ ഏതിലോ വീഡിയോസിൻ്റെ താഴെല്ലാം വന്നിട്ട് എന്താ വീഡിയോസ് ഇടാത്തത്, സൽമ കാണുന്നില്ലല്ലോ, സൽമ എന്ത് ഉഷാറിലുണ്ടല്ലേ നീ, അങ്ങനെയെല്ലാം ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റെല്ലാം ഇടലുണ്ടായിരുന്നു. പക്ഷേ ഇൻസ്റ്റ യൂസ് ആക്കാത്ത കുറേ ഉമ്മമാരാട്ടോ എൻ്റെ വീഡിയോസ് എല്ലാം കാണുന്നത്. കാരണം ഞാൻ റെസിപ്പീസും ഇതെല്ലാം കാണിക്കുന്നല്ലേ, അപ്പം അതുകൊണ്ട് തന്നെ കുറേ ഉമ്മമാരെൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇൻസ്റ്റ ഒന്നും ഉണ്ടായിരിക്കില്ലല്ലോ, കുറേ ആൾക്കാർക്ക് ഇൻസ്റ്റ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും അറിയുന്നില്ല. അപ്പം ഇതിൽ വന്നിട്ട് കമൻ്റ് ആക്കാമെന്ന്. അപ്പോൾ അവർക്കൊന്നും ഞാൻ റീപ്ലൈ കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അവർ റീപ്ലൈ കൊടുക്കുന്ന സാഹചര്യം ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഇൻസ്റ്റയിലെല്ലാം സ്റ്റോറിയും കാര്യങ്ങളൊക്കെ എനിക്ക്, അതായത് ഒന്ന് റെഡി ആയിട്ട് വരുമ്പം ഞാൻ സ്റ്റോറിയെല്ലാം ഇങ്ങനെ ഇടലുണ്ടായിരുന്നു കേട്ടോ. കഴിയാതായപ്പോഴൊന്നും ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ കുറച്ചൊന്ന് ഉഷാറായതിൻ്റെ ശേഷമാണ് ഞാൻ ഇങ്ങനെ സ്റ്റോറിയെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ സ്റ്റോറി അങ്ങനെ കണ്ടിട്ട്, അതുപോലെ തന്നെ ഞാൻ ഒരു വീഡിയോ റീൽസ് പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിലെല്ലാം എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ നമുക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സൽമാൻ നീ ഓക്കെ അല്ലേ, നിങ്ങൾക്ക് എന്താ പറ്റിയത്, നിങ്ങൾക്ക് എന്താ അസുഖമാണ് ഒന്ന് പറഞ്ഞു തരുമോ. പക്ഷെ ഞാൻ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു ടൈമിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു എൻ്റെ അസുഖം എന്നെല്ലാം. പക്ഷെ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കില്ല. ഏതായാലും ഇപ്പം ഞാൻ ഓക്കെ ആണ് കേട്ടോ, അൽഹംദുലില്ലാ. ഈ ഒരു 3 മാസം കടന്നു പോയതും എനിക്കും എൻ്റെ പഠിച്ച റബ്ബിനും മാത്രമേ അറിയുള്ളൂ. അപ്പം എന്താ എനിക്ക് കഴിയാതായതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ലാസ്റ്റ് ഒരു പെരുന്നാളിൻ്റെ മുന്നേ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള പനി, അതുപോലെ എന്താ പറയുക ബോഡി പെയിൻ, ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നോർമലായിട്ട് നമ്മൾ പനി വരുമ്പോൾ തന്നെ, ഇപ്പോഴത്തെ പനി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കൈയും കാലും വേദനയും എന്തെല്ലാം ആണല്ലോ. അപ്പം അങ്ങനെ വന്നതാണ്. പിന്നെ ചില പനികളെല്ലാം വന്നാലും മാറുന്നില്ലല്ലോ. അപ്പം അതാന്ന് വിചാരിച്ചിട്ട് പെരുന്നാളിൻ്റെ മുന്നേ ഇങ്ങനെ പനി തുടങ്ങുന്നുണ്ട്, മെഡിസിൻ കുടിക്കും, അതവിടെ നിൽക്കും. പിന്നെ മെഡിസിൻ്റെ ആ ഒരു എഫക്റ്റ് കഴിഞ്ഞാൽ പിന്നെയും അതേപോലെ തന്നെ നല്ലോണം ഇങ്ങനെ പനിക്കൂട്ടാം. ഭയങ്കര പനി എന്ന് പറഞ്ഞാൽ നല്ല പനിയായിരുന്നു. പിന്നെ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു വീഡിയോസ് ഇട്ടീനല്ലോ. അപ്പം അതിൽ തന്നെ എനിക്ക് ആ വീഡിയോസ് ഇടുന്ന ടൈമിൽ എനിക്ക് പനി ഫുള്ളായിട്ട് കുറഞ്ഞിട്ടില്ല, എന്നാലും കുറച്ച് കുറവുണ്ട്. ഒരു 2 ദിവസമെല്ലാം ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് മാറിയല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കുറഞ്ഞ് പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇല്ല, അതേപോലെ തന്നെ രാവിലെ ആകുമ്പം ഭയങ്കര പനി എന്ന് പറഞ്ഞാൽ എന്ത് പനി. അപ്പോൾ ഞാൻ ഫാദിനോട് പറയുന്നുണ്ട് കേട്ടോ, ഫാദു എനിക്ക് സാധാരണ പനിയല്ല, എനിക്ക് എപ്പോഴും പനിക്കുന്ന പോലെയല്ല എനിക്കിപ്പോൾ പനിക്കുന്നുള്ളത്, എനിക്ക് എന്തോ ആയിട്ടുണ്ട്. ഞാനിങ്ങനെ ഫാദിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ഫാദുനാണെന്നുണ്ടെങ്കിലും ഒരു 100 കൂട്ടം ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. ആ ഒരു ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ കൊണ്ടുപോകും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, മെഡിസിൻ എടുക്കും, വരും. ഇതേപോലെ തന്നെ കേട്ടോ, രാവിലെ പോവും. പിന്നെ എന്താ പറയുക, ഇഞ്ചക്ഷൻ എടുത്തിട്ടാ, പനി നിൽക്കാനുള്ള ഇഞ്ചക്ഷൻ എടുത്ത് നമ്മൾ ഒരു മലയാളി ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ക്ലിനിക്കിൽ. അങ്ങനെ രാവിലെ ക്ലിനിക്കിൽ പോവും, ഇഞ്ചക്ഷൻ അടിച്ചിട്ട് വരും, പനി നിൽക്കാനുള്ള. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം പിന്നെയും സ്റ്റാർട്ട് ചെയ്യും പനി. അപ്പോൾ പിന്നെയും വൈകുന്നേരം പോയിട്ട് ഇഞ്ചക്ഷൻ അടിച്ചിട്ട് പിന്നെയും വരും. അങ്ങനെ ആയിട്ട് കുറച്ച് ദിവസം അങ്ങനെ പോയിട്ടാണ്. പിന്നെ എനിക്കില്ലേ ഈ ജോയിൻറ്റ് പെയിൻ തുടങ്ങിയിട്ടാണ്. അതായത് നമ്മളെ കൈ വിരലുകൾ ഇങ്ങനെ മടക്കാൻ പറ്റുന്നില്ല, നിർത്താൻ പറ്റുന്നില്ല. അവിടെ എല്ലാം ഇങ്ങനെ ഈ ജോയിൻറ്റിൽ മൊത്തത്തിൽ ഇങ്ങനെ എന്താ പറയുക റെഡ് കളർ വന്നിട്ട് ഭയങ്കര പെയിൻ ഇട്ടാ. എനിക്ക് മടക്കാനോ നിർത്താനോ ഒന്നും കഴിയുന്നില്ല. പിന്നെ എന്തെങ്കിലും ഒന്ന് കഴിക്കുമ്പോഴത്തേന് എനിക്ക് ഒന്നായിട്ട് മേലൊന്നായിട്ട് ഇങ്ങനെ റെഡ് കളർ പൊന്തിട്ടാം. അത് എല്ലായിടത്തൊന്നുമില്ല, ഒരു ഭാഗത്ത് 1 മണിക്കൂർ ഉണ്ട് എന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞാൽ ചിലപ്പോൾ കാൽമലായിരിക്കും. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഫേസിൽ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കട്ടാ റെഡ് കളറ്. അപ്പോൾ ഫുഡിൻ്റെ അലർജിയാണെന്ന് വിചാരിച്ചിട്ട് നമ്മളെന്താക്കി,
നമ്മൾ വിചാരിച്ച് ഫുഡ് ഇൻഫെക്ഷൻ ആയിരിക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ ചിലപ്പോൾ ഫുഡിന് ഇൻഫെക്ഷൻ വന്നായിരിക്കും, നമുക്ക് ടെസ്റ്റ് ആക്കാൻ പറഞ്ഞിട്ടും അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ആക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫുഡിൽ ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് നോക്കാൻ. അപ്പോൾ അതും കൊടുത്ത് റിസൾട്ട് വന്ന് അതിലും ഒന്നുമില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞാൽ എന്തെങ്കിലും പനിയായിരിക്കും, മലേറിയ അങ്ങനത്തെ എല്ലാ പനി, ഡെങ്കിപ്പനി അങ്ങനത്തെ എല്ലാ പനി വരുന്നല്ലേ. അപ്പം അങ്ങനത്തെ എല്ലാ പനിയാണെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ടെസ്റ്റിനും കൊടുത്ത്, എല്ലാ ടെസ്റ്റിനും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, പനി മാറുന്നുമില്ല. ഇതേപോലെ തന്നെ ഭയങ്കര എല്ല് വേദന, അതായത് എൻ്റെ എല്ലാ എല്ലുകളും, കൈയിൻ്റെയും കാലിൻ്റെയും മുഖത്തിൻ്റെയും എല്ലാ എല്ലുകളും മാത്രം ഭയങ്കര പെയിൻ ആവട്ടെ, ഒന്ന് തൊടാൻ പോലും കഴിയുന്നില്ല, അങ്ങനത്തെ പെയിൻ ഇട്ടാം. അപ്പം ഞാൻ ഫാദറിൻ്റെ അടുത്ത് മുന്നേ ഇങ്ങനെ പറഞ്ഞിനല്ലേ, അപ്പോൾ അതോ എനിക്ക് നോർമൽ പനിയല്ല, എനിക്ക് എന്തോ ആകുന്നതെന്ന് നമുക്കറിയുന്നല്ലേ നമ്മുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നുള്ളത്. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡോക്ടറെ അടുത്ത് പോയപ്പോഴും ഞാൻ ഡോക്ടറെ അടുത്തും ഇതേ സംഭവം പറഞ്ഞിട്ടാണ്. അപ്പോൾ ഫാദറും ഡോക്ടറും കൂടെ ഇങ്ങനെ ചിരിച്ചിട്ടാണ്. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് അത്രയും കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഞങ്ങൾക്ക് നോർമൽ പനിയല്ല കേട്ടോ, ഇത് എനിക്ക് എന്തോ ആയിന് ഡോക്ടറെ എന്ന് പറഞ്ഞിട്ട്, ഡോക്ടർ എനിക്കൊന്നും ആയിട്ടില്ല, അതെനിക്ക് തോന്നല, ഇത് പനി വന്നതാ, മാറിക്കോളും എന്നെല്ലാം പറഞ്ഞു. അതായത് പനി വന്ന് ഒരു 5-6 സിറ്റിങ്ങെല്ലാം ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിലായിട്ട് എനിക്ക് ജോയിൻറ്റ് പെയിനെല്ലാം തുടങ്ങിയത്. ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ഡോക്ടറെ അടുത്തും ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ എനിക്ക് എന്തോ ഇത് നോർമൽ പനിയല്ല, എനിക്ക് എന്തോ ആയിന് ഡോക്ടറെ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറും ഫാദറും കൂടെ ചിരിക്കട്ടാ. അപ്പോൾ എനിക്ക് ചൊട്ടി വന്ന്, ഇവരെന്താ ചിരിക്കുന്നത്, ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ചൊട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ. അപ്പോൾ ഫാദറിനെ ഡോക്ടർ പറഞ്ഞിട്ടില്ലേ, അത് സാധാ പനിയാണ്, നോർമൽ പനിയാണ്, ചിലപ്പോൾ ചില പനികൾ ഇങ്ങനെയല്ലേ ഇരിക്കുന്നെല്ലാം പറഞ്ഞ്. അങ്ങനെയെല്ലാം നമ്മൾ അവിടുന്ന് പോന്ന്. പിന്നെ അതിൻ്റെ ഇടയ്ക്കെല്ലാം ഇങ്ങനെ ഡോക്ടർ ഓരോരോ ടെസ്റ്റ് പറയും, ഈ ടെസ്റ്റ് ചെയ്ത് നോക്കുക, ആ ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞപ്പം എല്ലാ ടെസ്റ്റും അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട്, എല്ലാ ടെസ്റ്റും ചെയ്തുകൊണ്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോരോ ടെസ്റ്റ് ഡോക്ടർ പറയുന്നതിനെല്ലാം നമ്മൾ ചെയ്യലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നോർമൽ തന്നെ, അതിലൊന്നും കുഴപ്പമില്ല എന്ന് തന്നെ പറയുന്നത് കേട്ടോ. പിന്നെ എനിക്കിങ്ങനെ ഓരോ ദിവസം കൂടുന്നോറും പിന്നെ ഇങ്ങനെ കഴിയാതായിട്ട് വരികയാണ്. 2 ദിവസം ഓക്കെ ആണെന്ന് ഞാൻ, പനി ചിലപ്പോൾ കുറയുന്നു. പിന്നെ എനിക്കിതേപോലെ തന്നെ ഭയങ്കര പെയിന് വരുന്നു കേട്ടോ. അത് എല്ലുകളെ പെയിനും അതുപോലെ തന്നെ ഇങ്ങനെ റെഡ് കളറായിട്ട് മേലെന്നായിട്ട് ഇങ്ങനെ പൊന്തിയിട്ട് പിന്നെ അപ്പോൾ തന്നെ എനിക്ക് പനി തുടങ്ങുക. അങ്ങനെ നമ്മൾ കാണിച്ചിന ആ ഡോക്ടർ പറഞ്ഞ് ഇത് റൊമറ്റോളജിസ്റ്റിനെ കാണിക്കാമെന്ന്, ഒന്നും കൂടെ ബെറ്റർ, അപ്പം നിങ്ങൾ നാട്ടിൽ പോകാമെന്ന് ഏറ്റവും നല്ലത് എന്നെല്ലാം പറഞ്ഞിട്ടാണ്. പിന്നെ അവിടുത്തെ സിസ്റ്റർമാരും എല്ലാവരും പറഞ്ഞ് നിങ്ങൾ നാട്ടിൽ പോയിക്കോളി, ഇത് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് സുഖമായിട്ട് പോരി. എന്താ വെച്ചാൽ ഓരോ ദിവസം കൂടുന്നോളം അവർ സിസ്റ്റർമാരെല്ലാം എന്നെ കാണുമ്പോൾ ഞാൻ ആകെ ടയേർഡായിട്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ മലയാളി സിസ്റ്റേഴ്സാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്നൊക്കെ ഫസ്റ്റ് കണ്ട ആ ഒരു മുഖയല്ലേന്ന് പിന്നെ എന്നെ കാണുമ്പോഴല്ല കേട്ടോ. അപ്പോൾ അവർക്കും ഒരു ബേജാറായിട്ട് അവർ പറഞ്ഞ് നാട്ടിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത ഡോക്ടറും പറഞ്ഞിട്ടാ ഇത് ബ്ലഡിൽ ഇൻഫെക്ഷൻ കാണുന്നു, അപ്പം ഇതൊരു ബാധത്തിൻ്റെ പോലത്തെയാണ്, അപ്പോൾ റൊമറ്റോളജിസ്റ്റിനെ പോയിട്ട് കാണിക്കാൻ നല്ലതെന്ന് പറഞ്ഞു. പിന്നെ ഒരു ഡോക്ടറുണ്ട് ഇവിടെ, ആ ഡോക്ടറും കൂടെ ഒന്ന് കാണിച്ചു നോക്ക്, പാകിസ്ഥാനിയാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെന്താക്കി ആ ഡോക്ടറും കൂടെ, അതായത് ഫാദിനെ അറിയട്ടെ, അമീൻ ഹോസ്പിറ്റലിൽ ആ ഡോക്ടർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഡോക്ടർ അടുത്തും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫാദി ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ അവിടെ തന്നെ ആ ക്ലിനിക്കിൽ തന്നെ ഉണ്ട്. ആ ഡോക്ടറെ കാണിച്ച് എല്ലാ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു ടെസ്റ്റും കൂടി എഴുതി തന്നിട്ടാ. അപ്പോൾ അത് ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ട്, ഇതൊരു സ്റ്റിൽ ഡിസീസ് എന്നുള്ള ഒരു അസുഖമാണ്, അതായത് 5 ലക്ഷത്തിലെല്ലാം ഒരാൾക്ക് വരുന്നൊരു അസുഖമാണ് കേട്ടോ. ഇത് മാറും, ചിലപ്പം 6 മാസം, ചിലപ്പോൾ ബ്ലഡിൽ തന്നെ ഉണ്ടായിരിക്കും, ചിലപ്പം കുറച്ചായിട്ട് അങ്ങനെ പയ്യോട്ട് മാറുള്ളൂ, ചിലപ്പോൾ പെട്ടെന്ന് മാറും. അങ്ങനെയെല്ലാം ഡോക്ടർ പറഞ്ഞിട്ടാ. പിന്നെ ഡോക്ടർ ഇങ്ങനെയെല്ലാം ചോദിച്ച് നിങ്ങൾക്ക് ഇങ്ങനെയെല്ലാം ഇല്ലേ, ഇതെല്ലാം ഇല്ലേ, ഓക്കെയാണ് കേട്ടോ. അതേപോലെ തന്നെ എനിക്ക് എല്ലാ അസുഖമുണ്ട് ഡോക്ടർ ഒരു സിസ്റ്റത്തിൽ കാണിച്ചു തന്നിട്ട്. ഡോക്ടർ സിസ്റ്റത്തിൽ ഒരു സിനിമ നടനെല്ലാം വന്നിട്ടുണ്ട് ഹിന്ദിയിലുള്ള, അപ്പം അതെല്ലാം അവരെ സ്റ്റോറിയെല്ലാം കാണിച്ചിട്ട് നമുക്ക് തന്നിട്ട് ഇതാ അവർക്കും നിങ്ങൾ പറഞ്ഞ അതേ അസുഖം തന്നെ നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ട്, അതെല്ലാം ഈ ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്, ടെൻഷൻ അടിക്കാനൊന്നുമില്ല, അത് മാറിക്കോളും. അയാൾ കൂളായിട്ട് തന്നെ സംസാരിക്കുന്നിട്ടാ, അങ്ങനെയൊന്നുമില്ല, ടെൻഷൻ ആവണ്ട എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിട്ട്. നമുക്ക് ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ ഉള്ളിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. റബ്ബേ എന്താ ഇത് എന്നുള്ളത് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പിന്നെ ഡോക്ടർ പറഞ്ഞപ്പം അത് മനസ്സിലായി. പക്ഷേ
പക്ഷേ എനിക്കും അപ്പം മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എല്ലാവരും സ്റ്റോറിയെല്ലാം ഇങ്ങനെ കാണിച്ചു തരുമ്പം ഇതാ ഇങ്ങനെയെല്ലാം ഉണ്ടാവും. പിന്നെ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു ഇഞ്ചെക്ഷൻ എഴുതാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇഞ്ചെക്ഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഞ്ചെക്ഷന് എഴുതിയത് ഡോസ് കൂട്ടിങ്ങാണ്ടായിരുന്നു കേട്ടോ. കാര്യം അത്രയും ഇൻഫെക്ഷൻ ഉണ്ട് ബ്ലഡിൽ. അപ്പം പെട്ടെന്ന് എന്താ പറയുക, ഇൻഫെക്ഷൻ പോകാനും വേണ്ടിയിട്ടാണ് ഡോസ് കൂട്ടിയിട്ട് ഡോക്ടർ തന്നിട്ടുണ്ടായിരുന്നത്. അത് രാവിലെയും വൈകുന്നേരം പോയിട്ട് നമ്മൾ ഇഞ്ചെക്ഷൻ അടിച്ചിട്ട് വരലായിരുന്നു കേട്ടോ, മരുന്ന് കയറ്റിയിട്ട് അങ്ങനെ വരലായിരുന്നു. അപ്പോൾ ആ മരുന്നെന്ന് പറഞ്ഞാൽ ഇഞ്ചെക്ഷന് സീറോയിഡായിരുന്നു, കുറച്ച് മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതല്ലെങ്കിൽ പിന്നെ എനിക്ക് മരുന്നെല്ലാം കയറ്റിയപ്പോഴുണ്ടല്ലേ ഞാൻ ഒന്നായിട്ട് ഇങ്ങോട്ട് വീങ്ങിയിട്ട് വന്നിട്ടാ. എന്താ പറയുക, ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം. ഫസ്റ്റ് ഞാനൊരു ഫോട്ടോ എടുത്താൽ ഫസ്റ്റ് അല്ല കേട്ടോ, ഒരു 4-5 ദിവസം കഴിഞ്ഞതിന് ശേഷം പനിയെല്ലാം ഒന്ന് സ്റ്റോപ്പ് ആയതിൻ്റെ ശേഷം എടുത്ത ഒരു ഫോട്ടോസാണത്. അപ്പം ഇങ്ങനെ അങ്ങോട്ട് ഒന്നായിട്ട് മുഖമെല്ലാം അങ്ങോട്ട് വീങ്ങിയിട്ട് കൈയും കാലും ഒക്കെ നീരല്ല, ഒരു കട്ടി, അതായത് ഭയങ്കര കനം വെച്ച പോലെ. നമുക്ക് നീര് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുത്തിയാലൊരു പഞ്ഞി പോലെ ഇങ്ങനെ ആവില്ലേ, അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇതൊരു ഭയങ്കര വെയിറ്റ്, ഫേസെല്ലാം ഭയങ്കര വെയിറ്റ്, ചെവിൻ്റെ ഇവിടെ കഴുത്ത് ഇതെല്ലാം ഇങ്ങനെ വലിയതായിട്ടുണ്ടായിരുന്നു കേട്ടോ. മത്തങ്ങ പോലെ ആയിട്ടുണ്ടായിന്, അങ്ങനത്തെ ഫേസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സീറോയിഡ് കയറ്റുമ്പോൾ ഇങ്ങനെ നമ്മൾ ഗൂഗിളിലെല്ലാം ഇങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു മരുന്നിൻ്റെ എഫക്റ്റും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് വന്നത്. പക്ഷേ ഈ ഒരു മരുന്ന് കയറ്റാതെ ഈ ഒരു അസുഖം പെട്ടെന്ന്, ഈ ബ്ലഡിൽ ഇൻഫെക്ഷന് പെട്ടെന്ന് മാറില്ല. അപ്പോൾ അതിന് സീറോയിഡ് തന്നെ കയറ്റണം. അങ്ങനെ നമ്മൾ 3 ദിവസം ആ ഒരു ഇഞ്ചെക്ഷന് രാവിലെയും വൈകുന്നേരം പോയിട്ട് ഡോക്ടർ പറഞ്ഞ ആ ഒരു ഡോസിൽ തന്നെ നമ്മൾ ഇഞ്ചെക്ഷൻ എടുത്ത് രാവിലെയും വൈകുന്നേരം പോയിട്ട് മരുന്ന് കയറ്റിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കയറ്റണോടത്തോളം ഇത് ഞാൻ വീങ്ങി വരുന്നു. അങ്ങനെ വന്നപ്പം ഡോക്ടറെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അതും സിസ്റ്റത്തിൽ കാണിച്ചു തന്നിട്ടാ. അതാ ഇതുപോലെ ഫേസെല്ലാം നല്ലോണം നീര് വരിക, അത് ഈ മരുന്ന് ഇഞ്ചെക്ഷൻ അടിച്ചതുകൊണ്ടായിരുന്നു ആണ്. സീറോയിഡ് ചിലർക്ക് പറ്റൂല. അപ്പോൾ സീറോയിഡ് കയറ്റുമ്പോൾ ഇങ്ങനെ ഒന്നായിട്ട് ഇങ്ങനെയെല്ലാം വരുന്നെല്ലാം ഡോക്ടർ പറഞ്ഞ്. പക്ഷേ എനിക്കൊരു മനസ്സമാധാനം കിട്ടുന്നില്ല കേട്ടോ. ഒരു ബേജാറ് എന്താ പറയുക, ഒരു സമാധാനം എന്ന് പറഞ്ഞില്ല. പിന്നെ എനിക്ക് ആ ഒരു ഇഞ്ചെക്ഷൻ അടിച്ചപ്പോൾ ഇല്ലേ, പനിയെല്ലാം അവിടെ സ്റ്റോപ്പായ പോലെ, അതായത് എന്താ പറയുക, അവിടെ നമ്മൾ പിടിച്ച് വെച്ച പോലെ ആയിട്ടാണ്. എനിക്ക് പിന്നെ പനി വന്നിട്ടില്ല, ബോഡി പെയിൻ വന്നിട്ടില്ല, അതൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ മേത്ത് ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനെ ജോയിൻറ്റ് പെയിനും വന്നിട്ടില്ല കേട്ടോ. പിന്നെ മേലൊന്നായിട്ട് ഇങ്ങനെ ചെറിയൊരു റെഡ് കളർ ഇങ്ങനെ പൊന്തലുണ്ട്. നമ്മളെ ഫുഡിൻ്റെ റിയാക്ഷനൊക്കെ, ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പറ്റാതാകുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ചെറുതായിട്ട് ഇങ്ങനെ റിയാക്ഷൻ കാണിക്കൂല, അതുപോലെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും കേട്ടോ. ചിലപ്പോൾ കൈമലായിരിക്കും, ചിലപ്പോൾ കാൽമലായിരിക്കും, ചിലപ്പോൾ ഫേസിലായിരിക്കും. അങ്ങനെ അത് മാത്രം കുറഞ്ഞിട്ടില്ലായിരുന്നു. ബാക്കിയുള്ള പനി അതുപോലെ ബോഡി പെയിൻ എല്ലാം അപ്പാടനെ സ്റ്റോപ്പായിട്ടാണ്. പക്ഷെ അതെനിക്ക് നല്ലോണം എഫക്റ്റായി. എന്താ പറയുക, ഒന്നായിട്ട് ഇങ്ങനെ നീര് വന്ന പോലെ, ഞാൻ പറഞ്ഞില്ല, മത്തങ്ങ പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തിൽ ഒരുമാതിരി എന്താ പറയുക, ചീർത്ത് മുട്ടിയിട്ടുണ്ടായിരുന്നു നല്ലോണം ഇങ്ങനെ. പക്ഷേ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ ഒരു ടൈമിലാണ് ഈ പണികളെല്ലാം ഞാൻ ചെയ്യുന്നുള്ളത്. കുറച്ച് ദിവസം പനിച്ചിട്ടും അങ്ങനെയൊക്കെ ഇടുന്നതല്ലേ. അപ്പോൾ അത് ബെഡ്ഷീറ്റും അതുപോലെ കുറേ ഡ്രസ്സ് വാഷാക്കാനും അത് എന്താ പറയുക മടക്കി വെക്കാനും എല്ലാം ഉണ്ടായിന്. അതെല്ലാം ആ ഒരു ടൈമിലാട്ടോ, പനിയെല്ലാം മാറിയല്ലോ, ആ ഒരു ടൈമിലാണ് ഞാൻ ഈ പണികളെല്ലാം ചെയ്യുന്നത്. എനിക്ക് ക്ലീൻ ഇല്ലാതൊരു സമാധാനം കിട്ടുന്നില്ല. ഫാദുനാന്നുണ്ടെങ്കിൽ ഭയങ്കര ബിസിയാണ്. പിന്നെ എൻ്റെ ബ്രദറും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനും ഇവിടെ ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. പെരുന്നാൾ കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ടാ അങ്ങനെ എന്തോ ആണ് അവൻ ഇങ്ങോട്ട് വന്നത്. അവനും ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം അങ്ങനെ മാറുമായിരിക്കും. നമ്മളെ പെയിന്, അതായത് പനിയും ബോഡി പെയിനും എല്ലാം മാറിയല്ലോ, അതന്നെ എനിക്ക് വലിയ കിട്ടലായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു നീര് വന്നത് മാത്രം മാറിയിട്ടില്ല. അങ്ങനെ പിന്നെ ഡോക്ടറെ അടുത്ത് ഇങ്ങനെ നീര് വന്നതെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഇഞ്ചെക്ഷൻ 3 ദിവസത്തിന് അടിച്ചിട്ട് പിന്നെ നമുക്ക് എന്താക്കി, മെഡിസിൻ എഴുതിയിട്ടാ. അതായത് ഇഞ്ചെക്ഷന് പകരം എനിക്ക് തന്നത് പിന്നെ മെഡിസിനായിരുന്നു കേട്ടോ. ഇഞ്ചെക്ഷൻ മാറ്റിയിട്ട് മെഡിസിനാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു മെഡിസിൻ കുടിച്ചിട്ട് ഞാൻ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർക്ക് വിളിച്ചിട്ട് അത് പറഞ്ഞിങ്ങനെ നീര് വന്ന പോലെ ഇങ്ങനെ എന്താ പറയുക, തടിച്ച് വരികയാണ്, മത്തങ്ങ പോലെ ഇങ്ങനെ പൊന്തി വരികയെന്നല്ലാതെ അത് ഈ ഒരു മരുന്ന് കുടിക്കുമ്പോൾ എനിക്ക് തന്നെ അറിയുന്നുണ്ട് എൻ്റെ ശരീരത്തിൽ എന്തെല്ലാം ഇങ്ങനെ ഓടിക്കളിച്ചണ പോലെ ആന്നിട്ട്. ആ ഒരു ഗുളിക കുടിച്ചാൽ അങ്ങനെ
ആ ഗുളികയും തന്നെ 2 ദിവസം കുടിച്ചപ്പോൾ ഡോക്ടർക്ക് വിളിച്ച് പറഞ്ഞ് ഇനി ആ കുടിക്കുന്ന ഗുളികൻ്റെ ഡോസ് കുറച്ച് കുറക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. 3 ഗുളിക കുടിച്ചു കൊടുത്ത്, അതായത് ഒരു ടൈമിൽ 3 ഗുളിക കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരേ ഗുളികയാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് 2 ഗുളികാക്കി മാറ്റാൻ പറഞ്ഞ്. അങ്ങനെ 2 ഗുളികാക്കി മാറ്റി. പിന്നെ എനിക്ക് ആ ഗുളിക കുടിച്ചാലില്ല, എനിക്ക് എന്താണെന്ന് നമുക്ക് പറയാനേ പറ്റുന്നില്ല. ഡിപ്രഷനിലേക്ക് പോയിട്ടാണ് ഞാൻ. എനിക്ക് എന്തെന്ന് അറിയുന്നില്ല. എനിക്ക് ആ ഗുളിക കുടിക്കാഞ്ഞാലില്ല, പിന്നെ എനിക്ക് സമാധാനം കിട്ടുന്നില്ല. ആ 2 ഗുളിക ഞാൻ കുടിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഗുളിക കിട്ടണം തന്നെ. കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് എന്തെല്ലാമാണ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഫസ്റ്റായിട്ടാണ് കേട്ടോ ഇങ്ങനെല്ലാന്ന്. ഞാൻ ഒരുപാട് വിഷമത്തിലൂടെ ഒരുപാട് കാര്യങ്ങളൊക്കെ കടന്ന് വന്നെങ്കിലും പക്ഷേ എനിക്ക് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അതൊന്നും ആയിട്ടില്ല കേട്ടോ. പക്ഷേ ഈ ഒരു സംഭവത്തിൽ ഡിപ്രഷൻ എന്താണെന്ന് ഞാൻ അറിഞ്ഞ്. അതായത് എനിക്ക് ഓരോരുത്തർ നിൽക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ആ ഗുളിക എനിക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കിടന്ന് ഞാൻ പെടയോട്ടാ. എനിക്ക് ആ ഗുളിക താന്നറിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അടുത്ത് പറയില്ല, ആ ഗുളിക തരും, എനിക്ക് സമാധാനമില്ല, ഗുളിക കുടിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രാത്രി ഉണ്ടല്ലോ ഗുളിക കുടിക്കാൻ, ആ ഒരു ടൈമിൽ ഫുഡ് കഴിച്ച് വേഗം ആ ഗുളിക കുടിക്കും. അങ്ങനെ ആയിട്ട് പിന്നെ ആ ഗുളിക കുടിച്ച് പിന്നെ എനിക്ക് ചിലപ്പോൾ ബോധമൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല, അങ്ങനെയൊക്കെ എടുക്കും. ഒരു മയക്കാന്ന് കേട്ടോ, ചിലപ്പോൾ ഒരു മയക്കാന്ന്, ചിലപ്പോൾ എനിക്ക് ഓരോരുത്തർ ഇരിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു സമാധാനം, മനസ്സിന് സമാധാനം ഉണ്ടാവില്ല ഇങ്ങനെ നടന്നുകൊണ്ടും. പിന്നെ നാട്ടിലേക്ക് ഉപ്പ ഉമ്മ എല്ലാവരും വിളിക്കൂട്ടാം. എല്ലാവരും വിളിച്ചിട്ട് ഞാൻ കരച്ചിലാണ്. എൻ്റെ ഫേസ് ഇതെല്ലാം കണ്ടിട്ട് അവർക്കും സമാധാനമില്ല. ഇങ്ങനെ നീര് വന്നിട്ട് എൻ്റെ ഇളാമ്മക്കും എല്ലാവർക്കും സിസ്റ്റർമാർക്കും ഒക്കെ ഇങ്ങനെ വിളിച്ചിട്ട് ഞാൻ പറയൂട്ടാ, എനിക്ക് എന്താണെന്നാവോ, എനിക്ക് തീരെ വയ്യ, എനിക്ക് എന്തോ ആയിന് എന്നെല്ലാം പറഞ്ഞിട്ട് ഞാനിങ്ങനെ ബേജാറ് പറയട്ടെ. അവരെല്ലാം വിളിക്കുമ്പോൾ ഞാൻ പെരും കരച്ചിലാണ്. പിന്നെ ഫാദർ ചിലപ്പം പുറത്ത് പോയിട്ടുണ്ടാവും, ഫാദറിൻ്റെ ജോബിൻ്റെ പരമായിട്ട് ഫാദർ പോയിട്ടുണ്ടാവും. ഫാദർ തന്നെ ആ ഒരു ടൈമിലെല്ലാം ഭയങ്കര കഷ്ടമായിരുന്നു കേട്ടോ. ബിസി തന്നെയായിരുന്നു. ബിസി എന്ന് പറഞ്ഞാൽ അത്രയും ബിസി ആയിരുന്നു. ചിലപ്പോൾ ഫോൺ എടുക്കാൻ പോലും ടൈം ഉണ്ടാവില്ല. അപ്പോൾ എനിക്കങ്ങനെ നമുക്കറിയുന്നില്ല ഫാദർ ഇത്ര തിരക്കിലാന്ന്, ഞാൻ എന്തെന്നാണ് പറയൽ. എന്നാലും എനിക്ക് വരും, എനിക്ക് എന്തെങ്കിലും കഞ്ഞി ഉണ്ടാക്കി തരും, പിന്നെ ഗുളിക എടുത്ത് തരും, പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ, ആ പണിയൊന്നും എടുക്കണ്ട, അങ്ങനെ തന്നെ കിടക്ക്, റെസ്റ്റ് എടുക്കുക, ഇതിന് റെസ്റ്റ് വേണം എന്നെല്ലാം പറഞ്ഞിട്ട് മരുന്നെല്ലാം തന്നിട്ട് അങ്ങനെ പോകും. പിന്നെ ഉച്ചക്കും അങ്ങനെ വരും, എന്തെങ്കിലും കഞ്ഞി കുടിക്കും, മെഡിസിൻ എടുത്ത് തരും. ഇങ്ങനെ ഫ്രീ റിട്ടേൺ ടൈമിൽ അത് വരും. അങ്ങനെ കേട്ടോ, അങ്ങനെ പോയിക്കൊണ്ടുണ്ട്. പക്ഷേ ഞാൻ ഇതെല്ലാം ചിന്തിക്കുന്നുണ്ട്. ഞാനിത് ഗൂഗിളിലെല്ലാം സെർച്ച് ചെയ്യാണ്, ഇതെന്താണ്. അപ്പോൾ കുറേ ആൾക്കാരെ അനുഭവങ്ങളും ഓരോരുത്തർക്ക് വന്നതും ഒക്കെ നമ്മളിങ്ങനെ ഗൂഗിൾ ചെയ്തുകൊണ്ട് ആ ഒരു ടൈമിൽ ഫുള്ളായിട്ട് ഈ ഒരു സംഭവം തന്നെ ഗൂഗിൾ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ മാറുമെന്ന് വിചാരിച്ച്. പക്ഷേ ആ ഒരു നീര് വന്നതും അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര മെൻ്റൽ പ്രോബ്ലം, ഞാൻ പറഞ്ഞില്ല ഡിപ്രഷനായിരുന്നു, അതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടുണ്ട് കേട്ടോ. പിന്നെ ഡിപ്രഷൻ വരും, ഈ ഒരു മരുന്നെല്ലാം കഴിച്ചാൽ ഡിപ്രഷൻ വരും എന്നുള്ളതും നമ്മൾ ഈ ഒരു മെഡിസിനെ പറ്റി ഗൂഗിൾ ചെയ്തപ്പം അതും ഉണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെല്ലാം ഉണ്ടാവുമെന്ന്. അപ്പോൾ അത് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴും അങ്ങനെ ആ സിസ്റ്റത്തിൽ ഇങ്ങനെ തന്നെ കാണിച്ചിട്ടാണ് അങ്ങനെയെല്ലാം ഉണ്ടാവും, ആ ഒരു മെഡിസിൻ്റെതാണെന്നെല്ലാം പറഞ്ഞ്. എന്നാലും എനിക്കൊരു സമാധാനം, എനിക്ക് എന്ത് ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ വന്നവർക്കറിയാം അതിനുള്ള ഒരു സമാധാനക്കേട്. അങ്ങനെയെല്ലാം എന്തെല്ലോ ആയി. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഫാദർ ഫ്രീ ആകുമ്പോൾ എന്നെ പുറത്ത് കൊണ്ടുപോകട്ടാ. ചിലപ്പം കസിൻസ്, ഫാദറിൻ്റെ കസിനെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്ത് പോവും, കുറച്ചെല്ലാം നടന്നിട്ടെല്ലാം. പക്ഷേ അതായത് എനിക്ക് എൻ്റെ മനസ്സൊന്നും, പുറത്ത് പോയി ഞാനെല്ലാം നല്ലോണം എൻജോയ് ആക്കുന്ന ആളാണ്. പക്ഷേ എനിക്ക് ഫുള്ളായിട്ട് എൻജോയ് ആക്കി എൻ്റെ മനസ്സ് മൊത്തം എനിക്ക് എന്തോ ഒരു മനസ്സിന് ഒരു സമാധാനമൊക്കെ ഇട്ടാ. പുറത്ത് പോയാലും എനിക്ക് വേഗം റൂമിലേക്ക് എത്തണം, ഒരു മനസ്സിനൊരു സമാധാനം എന്ന് പറഞ്ഞതില്ലായിരുന്നു. പിന്നെ ആ ഒരു ടൈമിലെല്ലാം നമുക്ക് അതിൻ്റെ ഫ്രണ്ട്സായാലും കസിൻസായാലും എല്ലാവരും ഫോണ് വിളിച്ചിട്ട് എങ്ങനെയുണ്ട് എല്ലാവരും വിളിച്ചിട്ട് ഒരു സമാധാനം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ടെൻഷൻ ആവണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഫ്രണ്ട്സൊക്കെ ആയാലും റഫിൻ്റെ വൈഫിങ്ങൊക്കെ അറിയായിരിക്കും, അവരും അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫാദിൻ്റെ ചങ്ങായി അഫ്സലും വൈഫും, പിന്നെ ഫാദിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ തന്നെ തൊട്ടടുത്തുള്ളതാണ്,
ഫയാസ്. അപ്പം അവരെ വൈഫെല്ലാം എനിക്കില്ലേ ഉച്ചക്കുള്ള ഫുഡും രാത്രിക്കുള്ള ഫുഡെല്ലാം ഇങ്ങനെ കൊടുത്തയക്കലുണ്ടായിരുന്നു കേട്ടോ. ഉണ്ടാക്കിയിട്ട് പാവം രാവിലെയും രാവിലേക്കൊക്കെയല്ല രാത്രിക്കും ഉച്ചക്കും ഉള്ള ഫുഡെല്ലാം ഇങ്ങനെ കൊടുത്തയക്കൂട്ടോ പാവം. ഓരോന്നുണ്ടാക്കിയിട്ട് എനിക്കാണെന്നുണ്ടെങ്കിൽ വെറും കഞ്ഞി അല്ലെങ്കിൽ എനിക്ക് ഹോട്ടലത്തെ ഫുഡൊന്നും ആ ഒരു ടൈമിൽ ഇഷ്ടമില്ലായിരുന്നു. കഞ്ഞിയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ചോറും കറിയും അതേ വേണ്ടിയുള്ളൂ, വേറെ ഒന്നും എനിക്ക് വേണ്ടായിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാ അവരെല്ലാം എന്നോട് ഒരുപാട് ഹെൽപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാ ഭാഗത്തിൻ്റെ ചങ്ങായിമാർ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാം എപ്പോഴും ചോദിക്കും എന്നെ പുറത്തേക്കെല്ലാം കൊണ്ടുപോകും. അന്ന് നമ്മളെ അടുത്ത് വണ്ടിയൊന്നുമില്ല. അവർ വന്നിട്ട് ഇങ്ങനെ നമ്മൾ പോകാമെന്ന് പറഞ്ഞാൽ രാത്രി എന്നെ കൊണ്ടുപോകും. നമ്മൾ പുറത്തൊന്ന് പോയിട്ട് സംസാരിച്ചിട്ട് അങ്ങനെല്ലാം വരും. അങ്ങനെയൊക്കെ ആയിട്ട് അവരെന്നെ കുറേ ഭാഗമായാലും ഒരുപാട് എന്നെ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ സന്തോഷിപ്പിക്കാൻ. പക്ഷേ എനിക്ക് എന്തോ ഒരു ഡിപ്രഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ചിരിക്കാനോ കളിക്കാനോ ഒരു മനസ്സിനൊരു സന്തോഷ സമാധാനം ഒന്നും ഇല്ലായിരുന്നു. എന്നാലും അൽഹംദുലില്ലാ എൻ്റെ റബ്ബ് എന്നെ കൈവിട്ടിട്ടില്ല കേട്ടോ. നമുക്ക് പരീക്ഷണം എന്തായാലും വരും. ആരും പരീക്ഷണം ഇല്ലാത്ത മനുഷ്യന്മാരില്ലല്ലോ. പരീക്ഷണം, സന്തോഷം, സമാധാനം എല്ലാം നമ്മളെ ലൈഫിൽ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ സങ്കടം വന്നാലൊന്നും ഷെയർ ആക്കലൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ആ ഒരു ടൈമിൽ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഇപ്പോഴെല്ലാം എനിക്ക് ഫസ്റ്റ് ടൈമില്ല, അതായത് ഫസ്റ്റെല്ലാം ഇങ്ങനെ മരുന്ന്, ഇപ്പോഴൊന്നും എനിക്ക് നീര് വന്നിട്ടൊന്നുമില്ല. ഇങ്ങനെ മരുന്ന് കയറ്റിയും കൊണ്ടുള്ള ആ ഒരു ടൈമാണ്, പനിക്കുള്ള ഇഞ്ചക്ഷൻ അടിച്ചുകൊണ്ടുള്ള ആ ഒരു ടൈമിലാട്ടോ ഞാൻ ഈ വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനല്ല, എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു ആ ഒരു ടൈമിലെല്ലാം. അപ്പോൾ അവനിങ്ങനെ എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റോറിയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിപ്പം നിങ്ങൾ കാണുന്നില്ല, ഈ ഒരു ടൈമിലെല്ലാം നമുക്ക് പനി ഇതെല്ലാം മാറിയിട്ട് ഒന്നായിട്ട് നീര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ലാസ്റ്റാണ്. ഫസ്റ്റെല്ലാം ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല. പിന്നെ ആയിട്ട് പിന്നെ ഞങ്ങൾക്ക് സമാധാനമില്ല കേട്ടോ. ഞാൻ വിചാരിച്ച് ഇപ്പോൾ പനിയെല്ലാം മാറിയല്ലോ, ഇനിയിപ്പോൾ ഈ നീര് വന്ന് ചിലപ്പം കുറച്ചെല്ലാം നമ്മൾ പണികളെല്ലാം വീട്ടിലെടുത്താലെല്ലാം മാറും. കുറച്ചെല്ലാം അപ്പുറം കയ്യും കാലെല്ലാം ആടിയാൽ നമ്മൾ നീര് വന്നെല്ലാം മാറുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓരോന്ന് ക്ലീൻ ആക്കിക്കൊണ്ടും പിടിച്ചോണ്ടും വാഷ്റൂം കേങ്ങോണ്ടും ബാൽക്കണി കേക്കിങ്ങോണ്ടും ഞാൻ എൻ്റെ പണിയെടുത്തുകൊണ്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ തന്നെ നമുക്ക് ഭയങ്കര ടയേർഡ് ഫീലാവുക. ഞാനിങ്ങനെ കുഴഞ്ഞു പോവുക, നടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഇരിക്കണോടത്ത് നിന്ന് തന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റാതാവുക. ചുണ്ടെല്ലാം ഇങ്ങോട്ട് താഴേക്ക് വന്നിട്ട് എൻ്റെ ഇവിടെല്ലാം, അതായത് നമ്മളെ നാവെല്ലാം തടിച്ച് വന്നിക്കുക, പല്ലിനോട് ഒട്ടുക, അങ്ങനെ എന്തെല്ലാം ഫീലായിട്ട് എനിക്ക് സംസാരിക്കാനും പറ്റാതായിട്ടാണ്. അങ്ങനെ പിന്നെന്താക്കി വേറെ ഡോക്ടേഴ്സ് കാണിച്ച് ഡോക്ടർ കുറേ ടെസ്റ്റ് പറഞ്ഞ് പിന്നെ എല്ലാവരും പറഞ്ഞ്, അതിൻ്റെ ഫ്രണ്ട്സുകളും കസിൻസും എല്ലാവരും പറഞ്ഞ് ഇനി നാട്ടിൽ പോയിക്കോളി, ഇനി ഇവിടെ നിൽക്കണ്ട, ടിക്കറ്റാണെന്നുണ്ടെങ്കിൽ ഭയങ്കര റേറ്റ്. ഇവിടെ വെക്കേഷൻ്റെ ടൈമായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ഭയങ്കര ബിസി ആയിരുന്നു. ഇപ്പോൾ നാട്ടിലേക്ക് വരാൻ പറ്റാത്ത ടൈം, പറ്റുന്നില്ലായിരുന്നു ആ ഒരു ടൈമിൽ. അപ്പം അത് പറഞ്ഞ് നമ്മൾ മാറും നോക്കാം, കുറഞ്ഞ് വന്നുകൊണ്ടുണ്ടല്ലേ, ഡോക്ടർ പറഞ്ഞല്ലേ ഇത് മാറും, ആ ഗുളിക നിർത്തിയാൽ മാറും. പക്ഷേ ആ ഗുളിക എനിക്ക് ചിലപ്പോൾ 2 മാസം 3 മാസം കുടിക്കേണ്ടി വരും. ബ്ലഡ് ടെസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കണം ഒരാഴ്ച കഴിയുമ്പോൾ. എന്നിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ട് മെഡിസിന്, ഈ ഒരു ഗുളിക എന്നാൽ പെട്ടെന്ന് നിർത്താനും പറ്റില്ല. നമ്മളിങ്ങനെ അതിൻ്റെ ഡോസ് കുറച്ച് കൊടുത്തിട്ട് പിന്നെ സ്റ്റോപ്പ് ആക്കേണ്ട ഗുളിക എന്ന്. അതുകൊണ്ട് തന്നെ ആ ഗുളിക നമുക്ക് നിർത്താനും പറ്റില്ലല്ലോ. പക്ഷേ എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റാതെയും ഒക്കെ ആയിട്ട് പിന്നെ ഇങ്ങനെ നീര്, അതേപോലെ തന്നെ ഓരോരോ പ്രശ്നങ്ങൾ, നടക്കാൻ പറ്റാതാവുക, കയ്യും കാലെല്ലാം കുഴഞ്ഞു പോവുക. അങ്ങനെ എല്ലാവരും നാട്ടിലേക്ക് പോകാൻ പറഞ്ഞല്ലോ. അങ്ങനെ പിന്നെ ഒന്നും നോക്കണ്ട, ഞങ്ങൾക്ക് തീരെ ഒരിക്കൽ നമ്മളിങ്ങനെ അതിൻ്റെ ഫ്രണ്ട് വന്ന് പുറത്ത് പോയപ്പം പിന്നെ നമുക്ക് ഫുഡ് കഴിച്ചത് ഓർമ്മയുണ്ട് കേട്ടോ. എനിക്ക് അവിടുന്ന് ആകെ തളർന്ന് 2 കാലും എങ്ങനെ നടക്കാൻ വയ്യാതായി. അങ്ങനെ പിന്നെ അവരെന്നെ പറഞ്ഞു ഇനിയിപ്പം വേഗം അമീന ഹോസ്പിറ്റലിൽ എമർജൻസി പോയപ്പം ഒരു എന്താ പറയുക, MRI സ്കാനിങ്ങും അതെല്ലാം അതായത് തലക്കെല്ലാം എനിക്ക് ഭയങ്കര എന്തോ ഒരു സംഭവം എൻ്റെ തലേൻ്റെ ഉള്ളിലെല്ലാം ഇങ്ങനെ ഓടി കളിക്കട്ടെ. അപ്പം MRI സ്കാനിങ്ങെല്ലാം ചെയ്യാൻ വേണ്ടി പറഞ്ഞ്, അപ്പോൾ ഫാദറിൻ്റെ ഫ്രണ്ടെല്ലാം പറഞ്ഞ് വേണ്ട, ഇനിയിപ്പോൾ നിങ്ങൾ എന്തായാലും നാട്ടിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാറുണ്ട്. അപ്പം ടിക്കറ്റ് എടുത്ത് നമ്മൾ പിറ്റേന്ന് രാവിലെ, അതായത് രാത്രി ടിക്കറ്റ് എടുത്ത് രാവിലെ ഇവിടുന്ന് നമ്മൾ പോയിട്ടാ. ഫുജറന്നായിരുന്നു നമുക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. ടിക്കറ്റെല്ലാം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പോയി കാലിക്കറ്റിലേക്കാട്ടോ, എൻ്റെ വീട്ടിലേക്ക് അങ്ങനെ പോയത്. അവിടെ നേരെ വീട്ടിൽ പോയിട്ട് ഹോസ്പിറ്റൽ കാണിച്ച് മിംസിൽ
ആണ് ട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത് കോട്ടക്കൽ മിംസിൽ. നല്ല ഡോക്ടറായിരുന്നു കേട്ടോ, ആനന്ദ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടറായിരുന്നു. നല്ല എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞിട്ട് നമ്മൾ അസുഖം പകുതി മാറിയ പോലെ തന്നെ ആയിട്ട് എനിക്ക് ഡോക്ടറെ കണ്ടപ്പോൾ അതൊന്നും നോ ടെൻഷൻ വിട്ടിട്ട്. അപ്പം ഞാൻ ഡോക്ടർ ഞാൻ ഇങ്ങനെയല്ല ഡോക്ടർ, എൻ്റെ ഫേസ് ഇങ്ങനെയല്ല ഡോക്ടർ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഡോക്ടർ ചിരിക്കുക. അതൊക്കെ ശരിയാവും, അതേ ഒരു മെഡിസിൻ്റെതാണ്, അത് പെട്ടെന്ന് സ്റ്റോപ്പ് ആക്കണ്ട, ബ്ലഡ് ടെസ്റ്റ് ആക്കി എന്നിട്ട് ഇൻഫെക്ഷൻ കുറഞ്ഞോ നോക്കാം നമുക്ക്, എന്നിട്ട് നമുക്ക് ഡോസ് കുറക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റാക്കി. അപ്പം ഇൻഫെക്ഷൻ ആ ഒരു ടൈമിൽ ഇങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുടിച്ച അതേ ഗുളിക തന്നെ നമുക്ക് ആ ഡോക്ടറും പറഞ്ഞതിട്ടാ, ആ ഒരു മെഡിസിൻ തന്നെ കുടിച്ചാൽ മതി, ഇവിടെ അത് തന്നെ ഉള്ളൂ, ഈ ഒരു അസുഖത്തിന് അത് തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ആ മെഡിസിൻ ബ്ലഡ് ടെസ്റ്റ് ആക്കിയിട്ടാ. ഒരാഴ്ച കഴിഞ്ഞപ്പം ബ്ലഡ് ടെസ്റ്റ് ആക്കി. അപ്പം കുറച്ച് എനിക്ക് ഇൻഫെക്ഷൻ കുറഞ്ഞിട്ടുണ്ട് ബ്ലഡിൽ. അപ്പം ഡോക്ടർ പറഞ്ഞ് ഒരാഴ്ചയും കൂടെ ഇത്ര ഡോസിൽ കുടിക്കണം, എന്നിട്ട് നമുക്ക് അടുത്ത ആഴ്ച ഒന്നും കൂടെ ബ്ലഡ് ടെസ്റ്റ് ആക്കിയിട്ട് ഡോസ് കുറക്കാമെന്ന് പറഞ്ഞ്. പിന്നെ 2 ഗുളികേനല്ല കുടിച്ചിന്, പിന്നെ 1 ഗുളിക ആക്കി, പിന്നെ ഹാഫാക്കി, അങ്ങനെ പിന്നെ ഇതേപോലെ തന്നെ 2-3 ആഴ്ച കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് ആക്കി. പിന്നെ മരുന്നിൻ്റെ അപ്പോൾ ഇൻഫെക്ഷൻ കുറച്ച് കുറഞ്ഞ് പിന്നെയും ഡോസ് ഇങ്ങനെ കുറച്ച്. ഇപ്പം ഞാൻ ഈ ഒരു വോയിസ് കൊടുക്കുന്ന ടൈമിൽ അൽഹംദുലില്ലാ ഇൻഫെക്ഷനെല്ലാം കുറഞ്ഞ് ഞാൻ മെഡിസിൻ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നാട്ടിലെത്തി 2.5 മാസം ഞാൻ നാട്ടിൽ നിന്ന്. ഫാദർ 1 മാസം നാട്ടിൽ നിന്നിട്ട് ഫാദർ റിട്ടേൺ വന്നിട്ടാ ഇങ്ങോട്ട് തന്നെ വന്ന്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്ന് എൻ്റെ വീട്ടിൽ പിന്നെ കുറച്ചും കൂടെ എന്താ പറയുക ഇങ്ങനെ മരുന്ന് ആ ഒരു ടൈമിലെല്ലാം മരുന്ന് നിർത്തിയിട്ടില്ല കേട്ടോ. ഫാദർ ഇങ്ങോട്ട് വരുന്ന ടൈമിലെല്ലാം മെഡിസിന് കുടിച്ചുകൊണ്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കൊടുന്ന് ഇപ്പോൾ സ്റ്റോപ്പാക്കി. അങ്ങനെ ഫാദർ 1 മാസം കഴിഞ്ഞിട്ട് വന്ന് ഞാൻ ഒരു 2.5 മാസം നാട്ടിൽ നിന്നിട്ടാ. ഇപ്പം ഓക്കെ ആണ് അൽഹംദുലില്ലാ. ഇനി നമുക്ക് പറയാനൊന്നും പറ്റില്ല കേട്ടോ, അല്ല എന്ത് കണക്കാക്കുന്ന അതേ വരുള്ളൂ. ഏതായാലും ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട്. ഇൻസ്റ്റയിൽ അങ്ങനെ സ്റ്റോറിയിലിട്ടോ സൽമാ ഒന്നും ഉണ്ടാവില്ല, ഞങ്ങളെല്ലാം ദുആ ചെയ്യുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ ആൾക്കാർ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജെല്ലാം അയച്ചിന് കേട്ടോ. അൽഹംദുലില്ലാ നമ്മളെ സ്നേഹിക്കുന്നവർ കുറേ ആൾക്കാരുണ്ട്. അതിലുപരി മാഷാ അല്ലാഹ് എൻ്റെ ഹസ്ബൻഡ് എന്നെ ഒരു പോസിറ്റീവ് എനർജി തന്നിട്ട് ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിട്ടും മരിക്കാൻ പോയില്ല. അങ്ങനെ ആയപ്പോൾ ഡിപ്രഷനിലേക്ക് ഇങ്ങനെ പോകുമ്പോഴും അതോ ഒന്നും ഉണ്ടാവില്ല മോളെ, നിനക്കൊന്നും ഉണ്ടാവില്ല, നീ ടെൻഷൻ ആവേണ്ട, ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജി ആ ഒരു ടൈമിൽ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾക്കൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം കൊണ്ട് എനിക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിലെല്ലാം. അതന്നെ നമ്മളെ പകുതി അസുഖം പോകട്ടാ, നമ്മളെ കൂടെ നമ്മളെ കാണാനും നമ്മളെ വേദനകൾ അറിയാനും നമ്മളൊന്ന് തലോടാനും ഒക്കെ ഒരു സമാധാനത്തിന് ഒരാളുണ്ടല്ലോ നമുക്ക്, അതന്നെ മതിട്ടാ. അൽഹംദുലില്ലാ അതിൽ ഞാൻ ഹാപ്പിയാണ്, ഇപ്പം ഓക്കെ ആണ്. അപ്പം ഇതായിരുന്നു കേട്ടോ ഞാൻ വീഡിയോസൊന്നും ഇടാത്തതിൻ്റെ എല്ലാം കാരണം. ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാം. നിങ്ങൾ ആദ്യം അതായത് പണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ സപ്പോർട്ടാക്കട്ടാ. ഈ വീഡിയോസ് നിങ്ങൾ മാക്സിമം ഷെയർ ആക്കി കൊടുക്കുക. ചിലപ്പം ഞാൻ കുറേ ആയി ഇപ്പോൾ വീഡിയോസ് എല്ലാം ഇട്ടിട്ട്, അതുകൊണ്ട് ചിലപ്പം പോകാൻ സാധ്യതയില്ല, അതായത് യൂട്യൂബ് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കില്ല. അപ്പോൾ നിങ്ങൾ ഷെയർ ആക്കി കൊടുക്കുക. അതേപോലെ തന്നെ കണ്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യട്ടാ. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ കൂടെ മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇനി റെസിപ്പീസും വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമായ വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരട്ടാ. അപ്പം എല്ലാവരുടെ അടുത്തും അസ്സലാമു അലൈക്കും. ഓക്കെ ബൈ.